ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. രാജ്യം കണ്ട ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താവും സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹാനുമായിരുന്നു ഡോക്ടർ BR അംബേദ്കർ എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് താപനില 45 മുതൽ 55 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ വ്യാജമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനും വെടിനിർത്തൽ സാധ്യതകൾ ഉറപ്പാക്കുന്നതിനുമായി അമേരിക്കയിലെ ഇസ്രായേൽ ലെബനൻ അംബാസഡർമാർ ഇന്ന് വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തും. കാർഷിക സംസ്കൃതിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. 2026 മാർച്ചിലെ മികച്ച ICC പുരുഷ ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരം സഞ്ജു സാംസൺ. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്നത് ലക്ഷ്യമിട്ട് 2023 പാസാക്കിയ നിയമം 2029 മുതൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സമ്മേളനം നീട്ടിയത്. നയരൂപീകരണത്തിലും തീരുമാനമെടുക്കൽ പ്രക്രിയകളിലും വനിതകൾ സജീവ പങ്കാളിത്തം വഹിക്കുമ്പോൾ വികസിത ഭാരതം സാക്ഷാത്കരിക്കാനുള്ള പ്രയാണം ശക്തിപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറുടെ 136ാം ജന്മവാർഷിക ദിനം രാജ്യത്തുടനീളം ആഘോഷിച്ചു. ഗുജറാത്ത് ലോക്ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡോക്ടർ അംബേദ്കറുടെ ഛായാചിത്രത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പുഷ്പാർച്ചന നടത്തി. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള സമൂഹ സൃഷ്ടിയായിരുന്നു അംബേദ്കറുടെ ദർശനം. ഭരണഘടനയുടെ രൂപകൽപ്പനയിൽ അദ്ദേഹം വഹിച്ച പങ്ക് ഇന്ത്യൻ ജനാധിപത്യത്തിന് അടിത്തറ പാകി. BR അംബേദ്കറുടെ വാക്കുകളിലേക്ക്. Let us leave aside slogans. Let us leave aside words which frighten people. Let us even make concession to the prejudices of our opponents. Bring them in so that they may willingly join with us on marching upon that road, which, as I said, if we walk long enough, must necessarily lead us to unity. അംബേദ്കർ ജയന്തി ദിനമായ ഇന്ന് നിയമസഭാ സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുഷ്പാർച്ചന നടത്തി. കേരള ലോക് ഭവനിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിസംബോധന ചെയ്തു. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അധ്യക്ഷനായി. രാജ്യം കണ്ട ഏറ്റവും മികച്ച ഒരു സാമ്പത്തിക വിദഗ്ധനും സാമൂഹിക പരിഷ്കർത്താവും സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹാനുമായിരുന്നു ഡോക്ടർ അംബേദ്കർ എന്ന് ഗവർണർ അഭിപ്രായപ്പെട്ടു. Dr. Baba Sahib Ambedkar, he worked for the depressed persons, but at the same time, or to the even for a greater extent, he worked for the whole of our country. Like Justice Devanji was mentioning, he was also an economist. How the Reserve Bank of India came into existence, that was discussed in early times by Dr. Baba Sahib Ambedkar. What the rights of our, not human only, but women will get in our country. These were discussed by Baba Sahib Ambedkar. പശ്ചിമബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഊർജിതം. വിവിധ പാർട്ടികളുടെ പ്രധാന നേതാക്കളെല്ലാം പ്രചാരണ പരിപാടികളിൽ സജീവമാണ്. തമിഴ്നാട്ടിൽ ഈ മാസം 23-നും പശ്ചിമബംഗാളിൽ 2 ഘട്ടങ്ങളിലായി ഈ മാസം 23-നും 29-നുമാണ് തെരഞ്ഞെടുപ്പ്. മെയ് 4-നാണ് എല്ലായിടത്തും വോട്ടെണ്ണൽ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥിയുടെ ആത്മഹത്യ അതീവ ദുഃഖകരവും ഗൌരവമുള്ളതാണെന്നും സംഭവത്തിന്റെ സത്യാവസ്ഥ എത്രയും വേഗം പുറത്തു കൊണ്ടുവരണമെന്നും IMA കേരള ഘടകം വിദ്യാർത്ഥിയുടെ കുടുംബത്തോടും സഹപാഠികളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായും പ്രസ്താവനയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കാർഷിക സംസ്കൃതിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. മേടമാസത്തിലെ 1-ാം തീയതിയാണ് സാധാരണയായി വിഷു ആഘോഷിക്കുന്നതെങ്കിൽ ഇക്കുറി മേടം 2-നാണ് വിഷു എത്തുന്നത്. പുതുവർഷം ഐശ്വര്യസമൃദ്ധമാക്കണേ എന്ന പ്രാർത്ഥനയോടെ വിഷുക്കണിയൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ. കൊന്നപ്പൂവും മഞ്ഞക്കൂടിയും അടക്കം വിഷു ആഘോഷത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്ക് സംസ്ഥാനത്തുടനീളമുള്ള വിപണികളിൽ ദൃശ്യമായിരുന്നു. നന്മയുടെയും മാനവികതയുടെയും മൂല്യങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നേറാൻ വിഷു ആഘോഷങ്ങളിലൂടെ സാധിക്കട്ടെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസിച്ചു.
ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നുവെന്ന് കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ അറിയിച്ചു. വിഷുവിനെ വരവേൽക്കാൻ തിരുവനന്തപുരം ഒരുങ്ങി. വിഷു ആഘോഷം സമൃദ്ധമാക്കാൻ ജില്ലയിലെ വിപണികളും സജീവമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം ജില്ല വിഷുവിനെ വരവേൽക്കാൻ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രം, തിരുവട്ടാർ ആദികേശവ ക്ഷേത്രം ഉൾപ്പെടെ ജില്ലയിലെ വിഷ്ണു ക്ഷേത്രങ്ങളിലെല്ലാം വിഷുക്കണി ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. നഗരഗ്രാമീണ മേഖലകളിലെല്ലാം കൃഷ്ണവിഗ്രഹങ്ങളും കണിക്കൊന്ന ഉൾപ്പെടെ കണിയൊരുക്കുന്നതിനുള്ള കണിവെള്ളരിയും മറ്റും വാങ്ങാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുത്തൻ കസവ് വസ്ത്രങ്ങൾ അണിനിരത്തിക്കൊണ്ട് നഗരത്തിലെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും തിരക്കുണ്ട്. ഉരുളി ഉൾപ്പെടെയുള്ളവ വാങ്ങുന്നതിന് പാത്രക്കടകളിൽ ആവശ്യക്കാർ ഏറെയാണ്. ശബരിമലയിൽ നാളെ പുലർച്ചെ 4 മുതൽ 7 മണി വരെ വിഷുക്കണി ദർശനം. ഇന്ന് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് വിഷുക്കണിയൊരുക്കും. വിഷുക്കണി ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് കൈനീട്ടവും നൽകും. തിരക്ക് കണക്കിലെടുത്ത് സന്നിധാനത്ത് കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിഷുക്കണി ദർശനത്തിനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. നാളെ പുലർച്ചെ 2:55 മുതൽ 3:55 വരെ 1 മണിക്കൂറാണ് കണി കാണാൻ അവസരമുള്ളത്. ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാട് ഷീട്ടാക്കുന്ന ഭക്തർക്കുള്ള ദർശനം രാവിലെ 7 മുതലാകും. തിരക്കേറിയാൽ നെയ്വിളക്ക് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും. സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ വിവിധയിടങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് തൃത്താല, മലപ്പുറം പൊന്നാനി, ഇടുക്കി മൂന്നാർ, പത്തനംതിട്ട കോന്നി എന്നിവിടങ്ങളിലാണ് അൾട്രാവയലറ്റ് സൂചിക ഏറ്റവും ഉയർന്ന തോതിൽ രേഖപ്പെടുത്തിയത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പിൽ പറയുന്നു. ഉയർന്ന ചൂടിന് സാധ്യതയുള്ളതിനാൽ 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസ് കടക്കാനും സാധ്യതയുണ്ട്. പകൽ 10 മണി മുതൽ 3 മണി വരെ വെയിലേൽക്കുന്നത് ഒഴിവാക്കുക. ചൂടേറ്റ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നവരെ പരിചരിക്കുന്നത് സംബന്ധിച്ച് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS ആകാശവാണി വാർത്തകളോട്. ചൂട് കാരണം ആർക്കെങ്കിലും ഒരു ക്ഷീണമോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത്, വെള്ളം കുടിക്കുകയും തണലേറുകയും കൂടെ മുഖം കഴുകുകയും ശരീരത്തിൽ നമ്മൾ തണുത്ത ടവൽ ഇടുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനാണ്. എങ്കിൽ പോലും കുറച്ചു പേർക്കെങ്കിലും ക്ഷീണവും ചൂട് കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വന്നാൽ ബോധക്ഷയം വരികയാണെങ്കിൽ അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. നമ്മൾ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞ് ഓർമ്മ കേട് വരിക, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക, മയങ്ങി വീഴുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അടിയന്തിരമായിട്ട് നമ്മൾ ആശുപത്രിയിൽ തന്നെ എത്തിക്കണം. ഉടനടി നമ്മൾ വൈദ്യസഹായം എത്തിക്കണം. അതേസമയം നമുക്ക് ഓർമ്മകേട് വരുന്നില്ല, നമ്മൾ എണീറ്റിരുന്ന് വെള്ളം കുടിക്കാൻ പറ്റും, ഒരു ക്ഷീണമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കാം. ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ തണലുള്ള ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ തണുപ്പുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരുത്തിയോ കിടത്തുകയോ ചെയ്യണം. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ താപനില 45 മുതൽ 55 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഔദ്യോഗിക മുന്നറിയിപ്പ് എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിലും വാട്സ്ആപ്പ് സന്ദേശവുമായാണ് ഈ പ്രചാരണം നടക്കുന്നത്. എന്നാൽ സംസ്ഥാനത്ത് ഇത്തരത്തിൽ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടില്ല എന്നും ഇത്തരം സന്ദേശങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനും വെടിനിർത്തൽ സാധ്യതകൾ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്കായി അമേരിക്കയിലെ ഇസ്രയേൽ ലെബനൻ അംബാസിഡർമാർ ഇന്ന് വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തും. യോഗത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പങ്കെടുക്കും. വെടിനിർത്തലും വിശാലമായ സമാധാന കരാറും നടപ്പിലാക്കുന്നതിനായി ചർച്ചകൾ തുടരണമെന്ന് ലെബനൻ വിദേശകാര്യമന്ത്രി യൂസഫ് രാജി പറഞ്ഞു. അതേസമയം ഇറാൻ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹെസ്ബുള്ള യോഗം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു. 2026 മാർച്ചിലെ മികച്ച ICC പുരുഷ ക്രിക്കറ്റ് താരമായി സഞ്ജു സാംസൺ തിരഞ്ഞെടുക്കപ്പെട്ടു. T20 ക്രിക്കറ്റ് ലോകകപ്പിലെ മിന്നുന്ന പ്രകടനമാണ് സഞ്ജുവിന് പുരസ്കാരം നേടിക്കൊടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. രാജ്യം കണ്ട ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താവും സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹാനുമായിരുന്നു ഡോക്ടർ BR അംബേദ്കർ എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് താപനില 45 മുതൽ 55 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ വ്യാജമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനും വെടിനിർത്തൽ സാധ്യതകൾ ഉറപ്പാക്കുന്നതിനുമായി അമേരിക്കയിലെ ഇസ്രയേൽ ലെബനൻ അംബാസിഡർമാർ ഇന്ന് വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തും. കാർഷിക സംസ്കൃതിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. 2026 മാർച്ചിലെ മികച്ച ICC പുരുഷ ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ട് മലയാളി താരം സഞ്ജു സാംസൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.